സ്പോർട്സ് മൂവീസ് എടുത്ത് ഹിറ്റടിക്കാൻ പ്രത്യേക കഴിവുള്ള ബോളിവുഡ് ഇൻഡസ്ട്രി 2007 നമ്മുടെ ഷാരൂഖ് ഖാനെ നായകനാക്കി ഇന്ത്യയുടെ വുമൻസ് ഹോക്കി ടീം പശ്ചാത്തലത്തിൽ ഇറക്കിവിട്ട നമ്മുടെ വൺ ആൻഡ് ഓൺലി ചക് ദേ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്പോർട്സ് മൂവി ഇതാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോർട്സ് പടം അതിതാണ്. കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ മെയിനായിട്ടൊരു കാര്യം പറയാം. 99% സ്പോർട്സ് മൂവീസിലും ക്ലൈമാക്സിൽ വരുന്ന ഗെയിമിൽ അല്ലെങ്കിൽ ആ ഒരു മീറ്റിൽ കേന്ദ്ര കഥാപാത്രങ്ങളോ ജയിക്കുന്ന രീതിയിലായിരിക്കും അവർ എൻഡ് ചെയ്യുക എന്നത് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ക്ലൈമാക്സ് ഗെയിം തോൽക്കുന്നതായി കാണിക്കുന്ന ലബ്ബർ പന്ത് പോലുള്ള മൂവീസ് ഉള്ളതുകൊണ്ടാണ് 99% പടങ്ങളും എന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും കാര്യത്തിലേക്ക് വരാം. ഇത്തരം പടങ്ങളുടെ ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത് വരെ ബിൽഡ് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയിലാണ് കാര്യം. ഈ പടത്തിന്റെ കേസിൽ വരുമ്പോൾ തുടക്കം തന്നെ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ SRKയുടെ ഒരു മാച്ച് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഷാരൂഖ് ഖാൻ അല്ലേ, അതുകൊണ്ട് മാച്ച് ജയിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആ മാച്ച് അങ്ങ് തോക്കും. അവിടെ നമുക്ക് വ്യക്തമാവും ഇതൊരു ഷാരൂഖ് ഖാൻ പടമല്ല, ഇത് സംഭവം വേറെയാണ്. പിന്നെ അങ്ങോട്ട് കഥ മൂവ് ചെയ്ത് ഇന്റർവെൽ എത്താറാവുമ്പോൾ വരും വുമൻസ് ടീമിന്റെ വക ഒരു മാച്ച്. കഥ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ആ മാച്ച് ജയിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ആ ഗെയിമും ജയിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് ആ ഗെയിമും പൊട്ടും. വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റർവെൽ സീനായിരുന്നു അത്. ഒരാളുടെ ടാലന്റ് പ്രൂവ് ചെയ്യാൻ ടാർഗറ്റ് വിൻ ചെയ്യുക എന്നത് മാത്രമല്ല മാനദണ്ഡം എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു കിടിലൻ ഇന്റർവെൽ സീനായിരുന്നു ഇത്. ഇന്നാണ് ഈ പടം ഇറങ്ങിയത് എങ്കിൽ ഒരുപക്ഷെ ഈ ഇന്റർവെൽ പ്രഡിക്റ്റബിൾ ആവുമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കില്ലായിരിക്കാം. പക്ഷേ 2007 ടൈമിലൊക്കെ വുമൻസ് മൂവീസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ ഇന്റർവെൽ തന്ന ഒരു ഇമ്പാക്ട് അത്ര വലുതായിരുന്നു ആ ഒരു ടൈമിൽ. എന്തായാലും ഇവിടെ മുതൽ പടം വീണ്ടും ഓണായി ക്ലൈമാക്സിൽ എത്തുമ്പോൾ അവിടെയും വരും ഒരു മാച്ച്. അതുവരെ ജയിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന രണ്ട് മാച്ചും തോൽക്കുന്നതായിട്ട് അവർ പ്രസന്റ് ചെയ്തതുകൊണ്ട് ക്ലൈമാക്സ് മാച്ചിലേക്ക് എത്തുമ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു ടെൻഷൻ ബിൽഡ് ആവും. ഇവിടെ ഗെയിം അവർ ജയിക്കുമെന്ന മുൻവിധിയോടുകൂടി കണ്ടിരിക്കാൻ ഈ പടം ആ മൊമെന്റിൽ നമ്മൾ അനുവദിക്കില്ല. ഇതാണ് ചക് ദേ ഇന്ത്യയുടെ ആ ഒരു അഴകും ആ ഒരു പ്ലസ് പോയിന്റും. ഒപ്പം ലാസ്റ്റ് മൊമെന്റിൽ SRKയുടെയും ആ ഗോൾ കീപ്പറിന്റെയും കമ്മ്യൂണിക്കേഷൻ, പിന്നീട് വരുന്ന BGMന്റെ പശ്ചാത്തലത്തിൽ SRKയുടെ ഇമോഷൻ, പിന്നെ ഇന്ത്യൻ പതാക എല്ലാം കൂടി ആവുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. മൊത്തത്തിൽ ചക് ദേ ഇന്ത്യയുടെ ഈ ഒരു ക്ലൈമാക്സ് തരുന്ന റൊമാൻറ്റിഫിക്കേഷൻ, ടച്ച് ചെയ്യുന്ന ഇമോഷൻ, അതെല്ലാം തന്നെ ഒരു പീക്കാണ്. ഈ ഒരു മെയിൻ റീസൺ ആണ് ഈ പടം എൻ്റെ ഫേവറേറ്റ് ആവാൻ കാരണം. ഇതിനു പുറമെ ഒരുപാട് റീസൺസ് വേറെയും ഉണ്ട്, പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ ചുരുക്കുന്നു. ഈ പടം നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ റീസൺസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യാം.